സാറേ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയ സ്ഥിതിയാ. കാര്യം എന്ത്? ഇവന്മാര് ചാനലുകാരെ വിളിച്ചു പറഞ്ഞു. എന്തിന്? ജീൻസ് പ്രശ്നം ന്യൂസ് ആകാൻ പോണ്. എന്നടേ നീക്ക് ചാനലുകാരെ വിളിച്ചു പറഞ്ഞാ? ഞാൻ ഒരു ചാനലിനെ വിളിച്ചു പറഞ്ഞോളൂ സാർ. അയ്യോ ഞാനും പറഞ്ഞോളൂ ഒരു ചാനൽ. നീ വിളിച്ചു പറഞ്ഞു. ആ ചാനലുകാരെ കൂടെ എല്ലാം വന്നിട്ട് ഈ കോളനെ 4 വലിച്ച് കീർത്ത് കീറി ഒട്ടിക്കും. ഇതൊരു ചെറിയ വിഷയമല്ല സാറേ, ഇത് ഇത്ര വല്ലാതെ എടുക്കുന്നതിന്. ആരും പറഞ്ഞു ചെറിയ വിഷയമല്ലെന്ന്. ഗന്ധർവനെ വരെ ആൾക്കാരെല്ലാം കൂടെ ഈ ജീൻസിന്റെ കാര്യത്തിൽ കുടഞ്ഞതാണ്. അത് മാത്രമോ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ചർച്ച ചെയ്യുന്ന വിഷയമായത്. പെൺകുട്ടികൾ വെറുതെ ഇരിക്കും ഇത് കേട്ടാൽ. സ്ത്രീ സംഘടനകൾ വെറുതെ ഇരിക്കുമോ? നീ ആടെ ചോദിച്ചോടാ ചാനലുകാരെ വിളിച്ചു പറഞ്ഞത്? ഞാൻ പിന്നെ പ്രിൻസിപ്പൾ ആയിട്ട് കസേര ഇരിക്കുന്നതിന് കുട്ടി പോലെ കളിക്കാനാണ്. അടുത്തൊരു വാക്ക് വായിച്ചാ അത് സാറേ സാറിനൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാ സാറേ. സർപ്രൈസ് അല്ല, സസ്പെൻഷൻ ആണ് എനിക്ക്. സാർ അവരൊന്ന് ഇന്റർവ്യൂ എടുത്തിട്ട് പോട്ടെ സാർ. ഇറ്റ്സ് എ വെരി സിമ്പിൾ കേസ്. ആരുടെ ഇന്റർവ്യൂ സാർ? ഞങ്ങളുടെ ലെഗിങ്സ് ജീൻസ് ഒന്നും ഒഴിവാക്കത്തില്ല. നിങ്ങൾ പുറത്തിട്ടോണ്ട് നടന്നോ, കോളേജിനകത്തിട്ടല്ലെന്ന് ഞങ്ങൾ പറഞ്ഞോളൂ. സാർ ഇവന്മാർ ജീൻസ് ഇടുന്നതിനും കുഴപ്പമുണ്ട്. ഞങ്ങൾ ജീൻസിലെന്ത് കുഴപ്പം? ഇവരാ ലോ വേസ്റ്റ് എന്നും പറഞ്ഞ് ഇട്ടുകൊണ്ടിരിക്കുന്ന പാന്റ് ഒന്ന് കാണും സാറേ, ഭയങ്കര വൃത്തിയാടാ അവര്. പച്ച കള്ള സാറേ, ഈ കോളേജിൽ ഒരു പയ്യനെ ഈ പറഞ്ഞ പോലത്തെ ജീൻസ് ഇട്ടുകൊണ്ടുവരാം. ആര് പറഞ്ഞു? നിങ്ങളുടെ കൂടെ ഉള്ള ക്ഷീണിത പാന്റ് വലിച്ചു കയറ്റി കിടന്ന് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. നമ്മുടെ കോളേജിലുള്ള ഏവനെങ്കിലും ഒരുത്തൻ ഈ ലോ വേസ്റ്റ് ഇട്ടോണ്ട് നടന്ന തൊലച്ചു കളയും. ഇനി പറ, നിങ്ങൾ ജീൻസ് ഒഴിവാക്കാൻ തയ്യാറാണോ? തയ്യാറല്ല സാർ. കേട്ടോ സാർ? എടാ പിള്ളേർ എന്തെങ്കിലുമൊക്കെ കിട്ടടേ, നിനക്കൊക്കെ എന്ത്? സാറേ, നമ്മുടെ നാട്ടില് 70% പീഡനം നടക്കുന്ന വസ്ത്രധാരണത്തിന്റെ പേരിലാണ്. പിന്നെ അല്ലാതെ ഇവരുടെ വസ്ത്രധാരണം ആണുങ്ങളെ പ്രലോഭിപ്പിക്കും. അത് ഒഴിവാക്കിയാണ് നമ്മുടെ ലക്ഷ്യം. ആദ്യം കോളേജ്, പിന്നെ കേരളം, പിന്നെ ഇന്ത്യ, പിന്നെ ഓൾ ഇന്ത്യ. പാശ്ചാത്യ വസ്ത്രധാരണം ബഹിഷ്കരിക്കുക, അതാണ് നമ്മുടെ ലക്ഷ്യം. അതിനാദ്യം മാറേണ്ടത് നിങ്ങൾ ആണുങ്ങളുടെ വൃത്തികെട്ട ചിന്താഗതിയാ. അയ്യോ എന്റെ സാറേ, ഈ സൈറ കോളേജിൽ വരുമ്പോ എന്തൊരു ഭാവമായിരുന്നു പറയാ. ഇപ്പൊ സ്വഭാവം മാറി. എന്റെ സ്വഭാവത്തിന് എന്താ കുഴപ്പം? അതെ, ഈ കാര്യങ്ങളൊക്കെ സമാധാനപരമായിട്ട് ചർച്ച ചെയ്തിട്ട്. സമാധാനപരമായിട്ടുള്ള ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണ് സാർ. നാടിന്റെ നന്മ, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. കോളേജിന്റെ നന്മയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ആ ചാനലിനെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരണമെന്ന് പറ. ബാലൻസ് ഇല്ല സാർ. നീ വിളിയുടെ ബാറ്ററി ഇല്ല സാർ. രവിയണ്ണ ഫോൺ എടുത്തില്ല. ഇത് രണ്ടും ഉള്ള സ്ഥാനത്തായിരിക്കണം. വിളി. ഹലോ 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 ചാനൽ റേഞ്ച് ഇല്ല സാർ. വിളി ഇറങ്ങി വിളിയുടെ റേഞ്ചിനടുത്ത് പോയി വിളി. ഹലോ റേഞ്ചില്ല വന്നിട്ട്. നിങ്ങൾ ആദ്യം പുറത്തിറങ്ങിയില്ലേ, ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. വെളിയിൽ കിടന്ന് അടിയിടിയൊന്നും കൂടരുത്. പക്ഷേ എന്നാ ഞങ്ങൾ ജീൻസ് ഇടും. സാറേ കണ്ടില്ലേ? ഇല്ല സാർ, ഞങ്ങൾ ജീൻസ് ഇടും. സാർ പറഞ്ഞല്ലേ ഉള്ളൂ. സാർ നമ്മുടെ സമാധാനം വാ വാ പോയി സാർ. ഓരോ പ്രശ്നങ്ങൾ ഒറ്റയ്ക്ക് സോൾവ് ചെയ്ത് മനുഷ്യൻ്റെ അടപ്പളായി. സാറേ, ഈ ബാവുലയൻ സാറിന് ഏതാണ്ട് പ്രശ്നമുണ്ട്. എന്ത്? എപ്പോ നോക്കിയാലും ചിന്തയില്ല. എന്തോ ചിന്ത? സംഗീത ടീച്ചറിന്റെ ലീവാ പ്രശ്നം. ആവശ്യമില്ലാത്ത കാര്യത്തിനാണ്. എന്തോന്ന് സാറേ ഇത്? മര്യാദയ്ക്ക് ഒരിടത്ത് അടങ്ങി ഒതുങ്ങി ഇരി. അവരടുത്ത മാസം ലീവ് കഴിയുമ്പോൾ ഇങ്ങനെ എത്തും. സമയത്ത് കല്യാണം കഴിക്കില്ല, വെറുതെ ആൾക്കാരെ കൊണ്ടല്ലോ പറയിപ്പിക്കാം. സാറേ അത് വിട്. ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കും. പിള്ളേർ പുറത്ത് വെക്കാൻ അവർ പുതിയ ആവശ്യഘട്ടങ്ങൾ വരുന്നതിന് മുമ്പ് അത് പരിഹരിക്കും. ചാനലുകളെത്തും. അല്ല, ഞാൻ ആലോചിച്ചിട്ട് പിള്ളേർ പറഞ്ഞാലും കാര്യമില്ലേ? എന്താ കാര്യം? കാര്യമുണ്ട് സാർ. ഈ ചാനലിനെ വിളിച്ച് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞാ? ഇപ്പൊ വരണ്ടെന്ന് പറഞ്ഞു. എന്താ ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ അവർ പെട്ടെന്ന് വന്നോളാന്ന് പറഞ്ഞു. എന്തിനും ഇങ്ങോട്ട് പറഞ്ഞത്? ഇവിടെ വരേണ്ട ആവശ്യമൊന്നുമില്ല. സാർ പ്രശ്നം സോൾവ് ആയില്ലേ വിളിക്കാലോ. പ്രശ്നം സോൾവ് ആക്കാൻ നമ്മളിവിടെ ഉണ്ട്. നമ്മൾ കാര്യങ്ങൾ തീരുമാനിച്ചിട്ട് പറയാം. നീ ആദ്യം ഒരു വെളിയിറങ്ങി വരും. ഫോണിങ്ങോട്ട് കാര്യങ്ങളൊക്കെ അറിയിക്കാം. എന്താണ് ഇത്? ആനപ്പുറത്ത് തിളമ്പായിരുന്ന അങ്ങനെ തോന്നിയ ഇത് ഒരുമാതിരി കുന്തപ്പുറത്തിരിക്കണ കുതിരപ്പുറത്തല്ലേ ഇരിക്കുന്നത്, അതാണ് കുന്തം. എന്താ കാര്യങ്ങള് എല്ലാം പറഞ്ഞ് സെറ്റ് ആക്കിണ്ട്. നമുക്ക് അനുകൂലമായ ഒരു തീരുമാനം എത്രയും പെട്ടെന്നുണ്ടാവും. പിന്നെ പ്രിൻസിപ്പൾ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് തീരുമാനം എടുക്കുള്ളൂ. അതിൽ ഞങ്ങൾക്ക് ഒരു സംശയമില്ല. പ്രിൻസിപ്പൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് തീർച്ചയായും സംശയമാണ്. പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ട്, പക്ഷെ ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു സംശയമില്ല, പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾക്കുണ്ട്. എന്ത് കൊള്ളാം? ഈ ഹീലും കൂടെ മാറ്റുമ്പോ ഇവിടെ കട്ടപ്പുറം. പക്ഷെ ഇതിൽ ഏറ്റവും കൂടുതൽ മാതൃകയായിട്ടുള്ള ഒരേ ഒരു കുട്ടി എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ കുട്ടിയാണ് കേട്ടാ. പരന്ന ചെരുപ്പ്, ഹീലില്ല, ജീൻസ് നമുക്ക് അനുകൂലമായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ നീങ്ങും. എല്ലാം നമുക്ക് അനുകൂലം തന്നെ. നിങ്ങൾക്ക് അനുകൂലമൊന്നുമല്ല, ഞങ്ങൾക്ക് അനുകൂലം. അതെ, ഊളന്മാർ ഇറങ്ങി
ഞങ്ങളെല്ലാം കൂടെ ചേർന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനം അറിയിക്കാനാണ് ഞങ്ങളിപ്പോൾ വന്നത്. എന്ത് തീരുമാനം സാർ? അല്ല, നിങ്ങൾ ആരെയും പക്ഷം പിടിക്കാനോ വേദനിപ്പിക്കാനോ ഞങ്ങൾക്ക് ഉദ്ദേശമില്ല. മറ്റുള്ള കോളേജ് മാതൃകയാവാനും അതുവഴി നിങ്ങളുടെ കോളേജിന്റെ യശസ് ഉയർത്താനുമാണ് ആ തീരുമാനം. തീരുമാനം പറയും സാർ. മാതൃകാപരമായ വസ്ത്രധാരണം, അതായത് നിങ്ങളുടെ സന്തത സഹചാരിയായ ജീൻസും ലെഗിൻസും ഉപേക്ഷിക്കുന്നു. ഇതെന്റെ തീരുമാനമാണ്, അത് അന്തിമമായിരിക്കും. ഹലോ, സാറ് പറഞ്ഞ കേട്ടില്ലേ? പ്രിൻസിപ്പൾ തീരുമാനമാണ് ഈ കോളേജിന്റെ അന്തിമ തീരുമാനം. സാറെന്താ ഇവന്മാരെയൊക്കെ പേടിക്കുന്നത്? ഞങ്ങൾ എന്താ സ്ത്രീകൾക്ക് ഇവിടെ ഒരു പരിഗണനയില്ലേ? ടീച്ചർ പറഞ്ഞിട്ടാണോ ഈ തീരുമാനം? യവന്മാരല്ലെങ്കിൽ കുഴപ്പമുണ്ടാക്കുന്നു. ചാനലുകാരെ വിളിച്ചോർത്തി ഇവിടെ ആ കാര്യം പാക്കും. സാർ കഷ്ടമുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇതിടണ്ടേ സാർ? നമുക്ക് ചുരിദാറൊന്നുമില്ല, നമുക്ക് ജീൻസ് ടോപ്പേ ഉള്ളൂ. നാളെ തൊട്ട് ഈ കോളേജിൽ ഒരൊറ്റ എണ്ണം ലെഗിൻസും ജീൻസും ഇട്ടോണ്ട് വരരുത്. കാമ്പൗണ്ടിൽ കണ്ടുവരരുത്. ശരി സാർ, ശരി ശരി ശരി. സാറിന്റെ ഈ തീരുമാനം ഞങ്ങൾ ശിരസാ വഹിച്ചിരിക്കുന്നു. ഇനി മുതൽ ഞങ്ങൾ ഗേൾസ് ഈ കോളേജിൽ ലെഗിങ്സോ ജീൻസോ ഉപയോഗിക്കത്തില്ല. സാറിന്റെ ഈ കോളേജിന്റെ യശസ് ഉയർന്നു നിൽക്കട്ടെ. മറ്റുള്ള കോളേജുകൾക്ക് ഞങ്ങളൊരു മാതൃകയായിരിക്കും സാർ. സാറിന്റെ ഈ തീരുമാനത്തിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. താങ്ക് യു സാർ. വാ വാ വാ. അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ പ്രിൻസിപ്പലിന് 1000 അഭിവാദ്യങ്ങൾ. പ്രിൻസിപ്പലിന് അഭിവാദ്യങ്ങൾ. വിജയിച്ചേ 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 വിജയിച്ചേ. ഞങ്ങളുടെ വാദം വിജയിച്ചേ, ഞങ്ങളുടെ വാദം വിജയിച്ചേ. പിള്ളേരെ കണ്ട, പെൺകുട്ടികളെ കണ്ട, എന്ത് നല്ല വിനയം, അനുസരണ, ബഹുമാനം. കണ്ടുപടി. ഞങ്ങളുടെ വാദം വിജയിച്ചേ, ഞങ്ങളുടെ വാദം വിജയിച്ചേ. സാർ എന്താ സാർ ഇത്? ഇവര് പഠിക്കാൻ വന്നാണോ അത് തൊഴിലുറപ്പിന്റെ പണിക്ക് വന്നാണോ? അയ്യയ്യേ, കോളേജിന്റെ മാനം കളഞ്ഞില്ലേ സാർ? ഇനി മുതൽ ഞങ്ങൾ ഈ പരമ്പരാഗത വേഷത്തിലായിരിക്കും വരുന്നത്. നമുക്ക് കോളേജിന്റെ യശസ് ഉയർത്തണ്ടേ സാർ? അങ്ങനെ ഉയർത്തണ്ട, തൃപ്തിയായില്ല. എമിലി എമിലി വേഷത്തിൽ കാണാൻ നല്ല രസം. അപ്പൊ ഞങ്ങൾ ഇനി ക്ലാസ്സിലോട്ട് പൊക്കോട്ടെ സാർ? ക്ലാസ്സിലൊന്നും കയറണ്ട. മേലെ ഈ അനുകൂലത്ത് വേഷോട്ടുള്ള കോളേജിന്റെ കാമ്പൗണ്ടിൽ കണ്ട. സാർ ഞങ്ങൾക്ക് ഇനി ജീൻസ് ഇടാവോ സാർ? ഇടാം. അപ്പൊ ഉറപ്പാണല്ലോ ഇടാന്ന്? 100% ഉറപ്പ്. ചിന്താ 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 ചിന്താ